ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ലൊരു ഡിസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. പെരുന്നാളിന് നമ്മൾ എന്ത് പുഡിങ് ഉണ്ടാക്കും എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പോൾ ഇനി ആലോചിക്കാൻ നിൽക്കണ്ട, ഈ ഇറ്റാലിയൻ റെസിപ്പി തന്നെ ആയാലോ. തീ പോലും കത്തിക്കണ്ട, ഇതിന് നമുക്ക് കുട്ടികൾക്ക് പോലും തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനു വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 3 ടീസ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ബീറ്റായി വന്നാൽ ഞാൻ ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് ചീസ് ഉണ്ടാവും, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണ്. ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായി ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു ക്രീമി രൂപത്തിലായി കിട്ടുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ക്രീമിന് മധുരം കുറവാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്, 2 ടേബിൾ സ്പൂണ്. വിപ്പിംഗ് ക്രീമിൽ അതിൽ തന്നെ മധുരം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ മധുരം കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചില വിപ്പിംഗ് ക്രീമിന് നല്ല മധുരം ഉണ്ടാവും. ഇപ്പോൾ ഇതാ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ ആയി കിട്ടണം. ബീറ്ററിൻ്റെ മേലെന്ന് താഴേക്ക് വീഴാത്ത രൂപത്തിലായി കിട്ടണം ക്രീം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം, ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ തിരാമിസുവിനുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ആയി കിട്ടണം നമ്മുടെ ക്രീം. ഇനി നമുക്ക് തിരാമിസു തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഫിയുടെ മിക്സിലേക്ക് ബിസ്ക്കറ്റ്, അറാറൂട്ട് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുക്കിയിട്ട് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഫില്ലാവുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് പരത്തി വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റിനെ കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും നമ്മുടെ വിപ്പിംഗ് ക്രീം തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ വീണ്ടും ബിസ്ക്കറ്റ് കോഫിയുടെ മിക്സിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൊക്കോ പൗഡർ ഇതിൻ്റെ മുകളിൽ വിതറുക. ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ലെയറായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ നേരത്തെ ചെയ്ത പോലെ അരിപ്പയിലേക്ക് വിതറി ഇട്ട് കൊടുക്കാം, എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ. ഇതേപോലെ ആയി കിട്ടണം. ഇപ്പോൾ നമ്മുടെ തിരാമിസു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കുക. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഈ പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഡിസേർട്ട് നിങ്ങളെല്ലാവരും ഈ പെരുന്നാളിന് തന്നെ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ ഇതിവിടെ 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. നല്ല ടേസ്റ്റാണ്, വെറൈറ്റി ഒരു ഡിസേർട്ട് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവർ ഈ പെരുന്നാളിന് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഫ്രിഡ്ജിലൊക്കെ വെച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോണ രൂപമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒപ്പം ഹൈപ്പും ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.